ഹലോ, പിങ്കീസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് കിട്ടണമെങ്കിൽ ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെയില്ലേ പഞ്ചരുള്ളി ക്ഷേത്രത്തിൽ തെയ്യം കാണാൻ വന്നതാണ്. അപ്പോൾ കരിഞ്ചാമുണ്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ തെയ്യത്തിൽ തുള്ളുന്ന ആ ഒരു ചടങ്ങാണ് ഉള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കനലൊക്കെ സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും തന്നെ അവിടുത്തെ ചുറ്റും നിന്നു. അപ്പോൾ സമയം ഒരു 3 മണി ആ ഒരു ടൈമാണ്. പക്ഷെ മഴയുടെ ഒരു ഇതും ഉണ്ടായിട്ടാട്ടോ. പെട്ടെന്നാണ് ചെറിയ ചാറ്റൽ മഴ തുടങ്ങി. അപ്പോൾ ആദ്യം തെയ്യം വന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇത് വലം വെച്ചതിന് ശേഷം വീണ്ടും അമ്പലനടയിൽ പോകും. അത് കഴിഞ്ഞിട്ടാണ് തെയ്യം ഉറഞ്ഞതിന് ശേഷമാണ് വീണ്ടും വന്നിട്ട് ഈ തെയ്യിൽ തുള്ളുന്ന ആ ഒരു ഇത് വരുന്നത്. അപ്പോൾ അങ്ങനെ തെയ്യം എത്തിയതിന് ബാക്കി നോക്കാം നമുക്ക്. അങ്ങനെ 3 പ്രാവശ്യം വലം വെച്ചതിന് ശേഷം തെയ്യം അമ്പലനടയിലേക്ക് തന്നെ പോയി. ഇനി കുറച്ച് തെയ്യം ഉറയുന്ന ആ ഒരു ടൈമിലാണ് ഇങ്ങോട്ടേക്ക് വരൽ. അപ്പോഴത്തേക്ക് നല്ല പോലെ മഴ പെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ നെരിപ്പാക്കി ഈ കനലെല്ലാം മഴ കൊണ്ടാൽ എന്താവും, അതെല്ലാം അണഞ്ഞു പോകും അല്ലേ. വലിയ മഴ പെയ്താൽ അത് കൂടുതൽ മഴ പെയ്യുന്നതിനനുസരിച്ച് അണഞ്ഞു പോകില്ലേ. അപ്പോൾ ഇത് കൂടാതെ തന്നെ ഈ ഇവരുണ്ടാക്കി ഇത് കുറവും ആയിപ്പോയി. അപ്പോൾ തെയ്യം ഇങ്ങനെ പറയുന്നുണ്ടായിന് അങ്ങനെ കുറഞ്ഞു പോയതിൽ അതൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അത് കാണും കേട്ടോ, വീഡിയോയിൽ കാണും. അപ്പോൾ എല്ലാവരും കുടയെടുത്തവരെല്ലാം അവിടെ തന്നെ സ്റ്റക്കായി നിന്ന പോലെ ആ കുടയിൽ തന്നെ ഒരു 5-6 ആളെല്ലാം കൂടിയിട്ട് അങ്ങനെ നിന്നു. മഴ തീരുന്നവരെ വെയിറ്റ് ചെയ്തു. കാരണം വേറെ ഒരുപാട് ജനങ്ങളുള്ളതാണ്. അപ്പോൾ അധികം ഇനി മഴ നടയിലേക്ക് പോയി നിൽക്കാനോ അതിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. അപ്പം നമ്മളും അമ്മ ഒരു കുട എടുത്തു. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും അമ്മയും കൂടിയിട്ട് ആ കുടയിൽ തന്നെ മഴ തീരുന്നവരെ നിന്നു. മഴ മാത്രമല്ല കേട്ടോ, നല്ല ഇടിയും മിന്നലും ഉണ്ട്. അപ്പോൾ ഇടിയും മിന്നലും ഉണ്ടെങ്കിൽ തന്നെ പുറത്തിറങ്ങാൻ പേടിക്കുന്ന നമ്മളാണ് അവിടെ ആ ഒരു കുടയും പിടിച്ചിട്ട് ആ ഇടിയും മിന്നലും എല്ലാം ഉണ്ടാവുമ്പോൾ തന്നെ ആ പുറത്ത് ഇങ്ങനെ നിൽക്കുന്നത് ഓർത്തിട്ടാകുമ്പോൾ എനിക്കിങ്ങനെ അത്ഭുതം തോന്നി കേട്ടോ. അപ്പോൾ ഓരോരോ ആൾക്കാർ ഐക്യം കാണണം. അതായത് വലിയൊരു ഷീറ്റ് ഉണ്ടായിരുന്നു, അതെല്ലാവരും കൂടി കൈകൊണ്ട് പൊക്കി പിടിച്ചിട്ട് മഴ കൊള്ളാത്ത വിധത്തിൽ അങ്ങനെ നിന്നു. അപ്പോഴത്തേക്ക് ഇവിടുന്ന് ഭയങ്കരമായിട്ട് ഇത് തീ കിടുമ്പോൾ സാധാരണ ഇങ്ങനെ കനലെല്ലാം വെള്ളം വീകുമ്പോൾ സാധാരണ ഇങ്ങനെ പോകുമല്ലോ. അപ്പോൾ അങ്ങനെ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി മെയിനായിട്ട് ആ ഒരു കനൽ തുള്ളുന്ന ആ ഒരു സമയം വരുന്നപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ, രാജപാദം വന്നിട്ടുണ്ട്. ബാക്കി കാണാം.
വേറെ വേറെ ദൈവം വരുന്നത് ഒന്നാക്കാനായിട്ട് വേറെ ദൈവം വരുന്നുണ്ട്. വണ്ടിയിലുണ്ടല്ലേ അപ്പ എടുത്തോണ്ട് അതാ അപ്പ എടുത്തിട്ട് ഒന്നു ഫോൺ പോകും ഡിസ്പ്ലേല്ലോ. ഉണ്ടായിട്ടില്ല ഞാൻ വരുമ്പോ ഇത് വെള്ളം കത്തിട്ടില്ലല്ലേ അതൊരു ഇതായിന്ന് ഇങ്ങനെ ആയത് നല്ലതന്നെ.
ഫുള്ള് കത്തിയല്ലോ. മഴ നോക്കറ അങ്ങനെ ആക്കുന്നതാണ് കൂടുന്നത്.